ഗൈസ് ഇന്ന് നമ്മൾ പൂപ്പിയുടെ അനിയത്തിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പൂപ്പിയേക്കാളും ഇച്ചിരി ഉള്ള ആൾ, കാരണം പൂപ്പിയാണ് ഇച്ചിരി ഉള്ളു, അതിലും കുഞ്ഞതാണ് കേട്ടോ ഇവളുടെ പേര് മിക്കി എന്നാണ്. ആൾ ഭയങ്കര പാവമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഈ ഭംഗി കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂപ്പീനെ എടുത്തത്. പക്ഷേ പൂപ്പി ഇവളെക്കാളും കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ കുറേ നാളായിട്ടോ ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട്. അങ്ങനെ നമ്മൾ പൂപ്പിയെ കൊണ്ടുവന്ന സാറാസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ ഇവളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പൂപ്പിയെ പോലെ തന്നെ പപ്പിക്കട്ട് അടിക്കാനായിരുന്നു. പക്ഷെ ആൾ വണ്ടിയെ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര വിറയലാണ് കേട്ടോ. കുറേ നാളായി പുറത്തോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു. ഇവിടെ പട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ ഗ്രൂമിങ്ങിനാക്കിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ നല്ല വെയിൽ കാരണം നമ്മൾ ജാസ് ഹോട്ടലിലേക്കാണ് വന്നത്. അവിടെ നമ്മളൊരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഉപ്പാസിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ബിരിയാണി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ 2 വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ ആൾ കൂട്ടിന്ന് ജന്മം ചെയ്താൽ വരാൻ കൂട്ടാക്കുന്നില്ല. ആൾ ശരിക്കും അങ്ങോട്ട് പേടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിടിച്ച് വലിച്ചാണ് അവളെ ഒന്ന് എടുത്തത്. അങ്ങനെ ഇതായിരുന്നു കേട്ടോ അവളുടെ ഫൈനൽ ലുക്ക്. പക്ഷേ പൂപ്പിയെ ചെയ്തപ്പോൾ ഇതിലും കുറച്ചും കൂടെ ഹെയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി കയറിപ്പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആൾ ശരിക്കും പേടിച്ചിരിക്കുമായിരുന്നു. നമ്മളെ കണ്ടപ്പോഴാണ് ഒന്ന് വിറയലൊക്കെ ഒന്ന് മാറിയത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇവളെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇവൾക്ക് വീട്ടിൽ കൂട്ടായിട്ട് ബ്രൗണി എന്ന് പറഞ്ഞൊരു വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ കുറേ നേരമായിട്ട് വിഷമിച്ചിരിക്കുമായിരുന്നു, കാരണം ഇവളെ കൊണ്ടുപോയപ്പോൾ തൊട്ട് കേട്ടോ. അപ്പോൾ ഇവൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അവളും ഒന്ന് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ പഴയ പോലെ തന്നെ അങ്ങോട്ട് ഓണായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ബ്രൗണി ചില്ലറക്കാരിയല്ല കേട്ടോ. ഇവളിതേ 3 മാസം ആയപ്പോൾ തന്നെ നല്ല പോലെ ആൾക്കാരെ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു കടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മിക്കീനെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈ.